ശ്രീമന്നാരായണീയം ദശകം 7 ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ട്വാ സംഹൃതസംഭ്രമക്കമലഭൂതുത്പാദപാദോരുകേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയാ. ദ്വൈതാദ്വൈതഭവത്സ്വരൂപ പരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ഇനി ബ്രഹ്മാവിനെ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ഭഗവാൻ. വൈകുണ്ഠത്തിലിരുന്ന് അരുളുന്ന ഭഗവാനെ കണ്ടു ബ്രഹ്മാവ്. ഇനി ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ദൃഷ്ട്വ വൈകുണ്ഠമൂർത്തിയായ തിരുവടിയെ, ഭഗവാനെ നിന്തിരുവടിയെ കണ്ടപ്പോൾ സംഭൃത പരിഭ്രമത്തോടുകൂടി കമലഭൂ ബ്രഹ്മാവ് ത്വത്പാദപാദോരുഹേ ഭഗവാന്റെ ആ പാതാരവിന്ദത്തിൽ ഹർഷാവേശവശംവദ പരമാനന്ദ പരവശനായിട്ട് അതിയായ ആനന്ദത്തോടു കൂടി നിപതിത വീണ് നമസ്കരിച്ചു. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ബ്രഹ്മാവിനൊരു പരിഭ്രമമായി. ആ ഭഗവാനെ കണ്ട ആ പരമാനന്ദത്തോടുകൂടി വേഗം ആ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രീത്യാ സന്തോഷിച്ച് കൃതാർത്ഥീഭവൻ കൃതാർത്ഥനായിട്ട് വിഭോ സർവ അന്തര്യാമിയായ ഭഗവാനെ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ഭഗവാനെ, മമ മനീഷിതം എൻ്റെ ആഗ്രഹം, ജാനാസി ഏവ നിന്തിരുവടി അറിയുന്നുണ്ട്, തീർച്ചയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന്, എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഭഗവാന് അറിയാം. സ്വരൂപപരം അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച്, തത് ജ്ഞാനം ആപാദയ ശരിയായ ജ്ഞാനം അറിവ്, ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവിനൊരു പരിഭ്രമവും അതുപോലെ തന്നെ ഒപ്പം പരമാനന്ദവും ഉണ്ടായി. വേഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. വളരെയധികം സന്തോഷത്തോടെ കൃതാർത്ഥതയോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള, എൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ. ഭഗവാന്റെ ദ്വൈതവും അദ്വൈതവുമായ ആ സ്വരൂപങ്ങളെ, ദ്വൈതം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചം മൊത്തമാണ്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മമാണ്. അപ്പം അങ്ങനെയുള്ള ആ സ്വരൂപങ്ങളെ പറ്റിയുള്ള അറിവ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരു അറിവ് എല്ലാത്തിലെയും, പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരയണമേ, കാണിച്ചു തരയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇത്രയും മനോഹരമായ ഒരു ഭഗവത് രൂപമുണ്ടോ എന്നുള്ള കാര്യവും അത് തനിക്ക് ഉണ്ടെങ്കിൽ തന്നെ കാണാൻ കഴിയുമോ എന്നും ബ്രഹ്മാവിന് യാതൊരു വിചാരവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബ്രഹ്മാവ് ആദ്യ കൽപ്പത്തിലെ ഈ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ ആ പൊക്കിൾക്കൊടിയിൽ നിന്നും വന്ന താമരയിൽ ഉണ്ടായതായിട്ടല്ല പറയുന്നത്. വിരാട് പുരുഷന്റെ ശിരസ്സായ സത്യലോകത്തിൽ പ്രത്യക്ഷീഭവിച്ച ഉണ്ടായ ആ
ബ്രഹ്മാവിനെയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്, എനിക്ക് ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള രണ്ട് സ്വരൂപങ്ങളും എനിക്ക് കാണിച്ചു തരയണമേ, മനസ്സിലാക്കി തരയണമേ. അങ്ങനെയുള്ള അറിവുണ്ടായാലാണ്, പല രൂപങ്ങളിലായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാലാണ് സൃഷ്ടിക്ക് കഴിവുണ്ടാകുകയുള്ളൂ. എന്നാൽ എല്ലാം ഒന്നാണ് എന്നുള്ള അറിവും അതിനൊപ്പം വേണം, അദ്വൈതം എന്നുള്ള അറിവും ഒപ്പം വേണം. എന്നാലാണ് കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. ഇതില്ലെങ്കിൽ, ഈ അറിവില്ലെങ്കിൽ, എല്ലാം ഒന്നാണ് എന്ന അറിവില്ലെങ്കിൽ കർമ്മബന്ധം ഉണ്ടാവും സൃഷ്ടികളെല്ലാം കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്വൈത സ്വരൂപത്തിൻ്റെയും ശരിയായ ബോധം ഉണ്ടാക്കി തരണമെന്ന് ഇവിടെ അപേക്ഷിക്കുന്നത് ബ്രഹ്മാവ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.